ദൈവത്തെ സ്തുതിക്കുന്നു. ദൂരെ ആയതുകൊണ്ട് അങ്ങനെ ഒത്തിരി വരാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 9-ാം തീയതി ഞങ്ങൾ കുറേ സ്വന്തക്കാർ വന്ന് ജ്യേഷ്ഠനെ കണ്ടു. സാധാരണയിൽ കവിഞ്ഞുള്ള സന്തോഷത്തിൽ ഒത്തിരി വർത്തമാനങ്ങളൊക്കെ പറയാനിടയായിട്ട് തീർന്നു. പലരും പറഞ്ഞതെങ്കിലും ഞങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ ജ്യേഷ്ഠന് ഈ ഒടുവിലത്തെ നാളുകളിൽ ലഭിച്ച നല്ല ശുശ്രൂഷയിൽ ആ കുടുംബത്തെ തുടർന്നും കർത്താവ് ആദരിക്കട്ടെ. ദൈവ വചനത്തിൽ നിന്ന് നമുക്ക് വളരെ പരിചയമുള്ള ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനെ എഴുതിയ ഒത്തിരി സന്തോഷിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ശരീരത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, ഈ വലിയ ദൗത്യം ഏറ്റെടുക്കുവാൻ ആളുകളെ ആവശ്യമുണ്ട്. കാരണം കർത്താവ് തന്നെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് സഭാകാര്യങ്ങൾ നോക്കാൻ ആളുകൾക്ക് സമയമില്ല. വേറെ സ്വന്തം മിനിസ്ട്രികൾ ഇഷ്ടം പോലെയുണ്ട്. നമുക്കൊത്തിരി വിധിയിൽ നിന്ന് പോയി. നമുക്ക് ഓട്ടം ട്രാക്കിലൂടെ ഓടാം. ഈ ദൈവദാസൻ പറയുകയാണ്, ഞാൻ എന്റെ ഓട്ടം തികച്ചു. പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് അറിയാൻ പാടില്ല. ഓടുന്ന സമയം വഴിയിലൂടെ ശരിയായ ട്രാക്കിലൂടെ ഓടുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുവാൻ സാധിക്കട്ടെ. ഒടുവിലത്തെ വാക്കെടുത്ത് പറഞ്ഞു നിർത്തുക, വിശ്വാസം കാത്ത്. വിശ്വാസത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. അർത്ഥങ്ങളിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. ഒരർത്ഥം എൻ്റെ മനസ്സിൽ എപ്പോഴും വെളിപ്പെടുന്നത്, വെളിപ്പെടുത്തപ്പെട്ട വിശ്വാസ സത്യങ്ങൾ അത് കാക്കാനായിട്ടാണ് ദൈവം നമുക്ക് ഈ ജീവിതവും ശുശ്രൂഷയും തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, എന്നെ ഒരു വിശ്വാസം ദൈവം ഏൽപ്പിച്ചു, ഞാൻ വിശ്വസ്തയോടെ അത് ഇതുവരെ കാത്തു. തിമോഥെയോസേ, നീ ഇത് കാക്കണം എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനം കാക്കാം. കർത്താവ്, ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു. കർത്താവിന്റെ വലിയൊരു നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുന്നു.